സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മളിന്ന് പുതിയ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ കാർ കളക്ഷൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ അടുപ്പിച്ച് ഈ കാർ അടിച്ച് മാറ്റി കാരണം സീനായി ഗായ്സ്. അത് കാരണം നമ്മളിന്നൊരു ബൈക്ക് കളക്ഷനാണ് തുടങ്ങാൻ പോണത്. എന്തായാലും ബൈക്ക് കളക്ഷൻ്റെ ഇനിയും വീഡിയോസ് വരും. അത് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കമലയുടെ അടുത്തായിരുന്നില്ലേ എന്ന്. കമല നമ്മളെ പിടിച്ചു ഗൈസ്. നിങ്ങൾ കണ്ട പോലെ കമല നമ്മളെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു വന്നു. എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 80 സബ്സ്ക്രൈബേഴ്സ് ആയി. അത് കാരണമാണെന്ന് പെട്ടെന്ന് 100 ആക്കി നമുക്ക് നേരെ പോയി പിൻചാനെ വിളിച്ചുകൊണ്ട് വരാം. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എന്തായാലും വരും ഗൈസ്. നമുക്കെന്തായാലും നേരെ ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. ഷിൻചാന് സർപ്രൈസ് ആണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നേരെ പോയി ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. ഇതൊന്ന് പോകാൻ പറ്റാത്ത അത്രേ ഉള്ളൂ. ഷിൻചാനെ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു ഷിൻചാൻ എന്താ ഗൗരവത്തിലാണ്. നമ്മളെന്തായാലും തിരിച്ചു വരുമ്പോൾ അവനെല്ലാം മാറ്റി കൊടുത്തിരിക്കും. എന്തായാലും സത്യമാണ്. നമുക്കെന്തായാലും നേരെ ഇപ്പോൾ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. അവനാണ് നമ്മുടെ കളക്ഷനൊക്കെ തുടക്കം കുറിക്കുന്ന ആളും. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നു. പിന്നെ ഇന്നൊരു വീക്കെൻഡാണ്. എന്തായാലും അവൻ മിഷൻ തരാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്കെന്തായാലും പെട്ടെന്ന് പോകാൻ. ഞാൻ കൂടുതലൊന്നും പറയണില്ല, എനിക്കറിയാലോ അവൻ എന്ത് മിഷനാണ് തരാൻ പോകുന്നതെന്ന് അറിയില്ല ഗൈസ്. അവൻ എന്തായാലും മിഷൻ തരും, അതെനിക്ക് ഉറപ്പാണ്. നമുക്കെന്തായാലും പെട്ടെന്ന് പോവാൻ. ഞാനൊന്നും പറയണില്ല, കുറേ നേരം ഞാനൊന്നും പറയണില്ലെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയാനുണ്ട്, അതങ്ങനെ ആയിപ്പോയി ഗൈസ്. എന്തായാലും ഈ വഴി പോയി എന്ത് മിഷനായിരിക്കും എന്തോ. ചിലപ്പോൾ മലേൻ്റെ മേലെ ചാടാനൊക്കെ പറയുമോ, പറയാൻ പറ്റില്ല ഗൈസ്. അവൻ അങ്ങനെയൊക്കെയാണ്, ഒരു വെളിവും ബോധമൊന്നും ഇല്ലാത്തവനാണ്. ഇന്ന് ഇതുവരെയായിട്ടൊന്നും ഇടിച്ചിട്ടില്ല. സീനില്ല ഒക്കെ മറഞ്ഞേനെ. ഒന്നും കുഴപ്പമില്ല, ഇതുമായിട്ടൊന്നും കുഴപ്പമില്ല ഗൈസ്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത കാരണമാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഞാൻ എൻ്റെ ആക്സിഡൻറ്റും ഇല്ലാതെ ഓടിച്ച് കാണിക്കാം ഗൈസ്. ഞാൻ ശ്രമിക്കാം. സീൻ. സോ ഗൈസ്, അങ്ങനെ ഞാൻ മുറുക്കാൻ തുപ്പി ഗൈസ്. ഇത് ചോര പോണതൊക്കെ മുറുക്കാൻ തുപ്പിയ പോലെയാണ്. നമുക്ക് ഈ ബൈക്കിൽ കയറി പോകാൻ നോക്കാം. എന്തായാലും ബൈക്ക് അടിച്ചു വെച്ചാലേ പോണേ ബൈക്കിൽ കയറാൻ. ഓ ഇയാൾ കുറച്ച് സീനാണ് കേട്ടോ. സോ ഗൈസ്, ബൈക്കിൽ കയറാൻ പറ്റിയില്ല. അത് കാരണം നമ്മൾ കാറിൽ കയറാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇവിടെ കാറിൽ കയറാമെന്ന് വിചാരിച്ചു. കാർ എയറിലാണ്. നമ്മൾ ഇരുന്ന് താഴത്തേക്ക് വരും. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൊക്കേഷൻ അല്ല, ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് വിടാം. അവൻ എന്താണ് പറയാൻ പോണേന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് അവിടെ ചെന്ന് അവനെ വിളിക്കാം. അപ്പം അവൻ എന്താ പറയണേ, അപ്പം നമുക്ക് പെട്ടെന്ന് പോവാന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടിയാൽ പോരും അതിൽ വെറുതെ. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഫോണെടുത്ത് വിളിച്ചു നോക്കാം ഗൈസ്. കുറേ നേരം പെട്ടെന്ന് പറയണം. എന്തായാലും ഫോണെടുത്ത് വിളിച്ചു നോക്കാം. ഡൊമിങ്കോസെ, എനിക്കൊരു ബൈക്ക് കളക്ഷൻ തുടങ്ങണം. നിനക്ക് ബൈക്ക് കളക്ഷൻ തുടങ്ങണമെങ്കിൽ ലൊക്കേഷൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരണം. ഡൊമിനിക്കും ഷിൻചാനും എല്ലാവരും ഗൗരവത്തിലാണ്. കാരണം ഞാൻ കാണുന്നല്ല, ഞാൻ ഇന്ന് എനർജി മോഡിലാണ് ഗൈസ്. അത് കാരണം അവരെല്ലാം ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. നമുക്കെന്തായാലും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോവാം. ഞാനും ഗൗരവത്തിലാണ് ഇപ്പം എല്ലാവരും. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകണം. എല്ലാവരും ഇപ്പോൾ ഗൗരവം പിടിച്ചിരിക്കണം. ചെറിയ ചെറുക്കം വരെ ഗൗരവം പിടിച്ചിരിക്കണം. അവൻ്റെയൊക്കെ വിചാരം എന്താ, തലക്കെട്ടി 2 പൊട്ടിക്കൽ കൊടുക്കാൻ തോന്നുന്നു. എന്തായാലും ഷിൻചാനും ഡൊമിങ്കോസ് നമ്മുടെ ബഡീസാണ്. അത് കാരണം ഞാൻ വെറുതെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെയൊന്നും ചെയ്യില്ല ഗൈസ്. ഞാനൊരു നല്ല മനസ്സുള്ള നല്ല ആളാണ് ഗൈസ്. അതിനാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഡൊമിങ്കോസെ മോനെ, നീ എവിടെയാണ്? നിനക്ക് ബൈക്ക് കളക്ഷൻ തുടങ്ങാനല്ലേ? ബൈക്ക് കളക്ഷൻ തുടങ്ങാനുള്ള കാര്യമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം നീ എനിക്കൊരു ടാസ്ക് ചെയ്തു തരണം. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നീ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നേരിട്ട് ചാടി, അത് ഞാനൊരു ചെറിയ സൈക്കോളെന്ന് നിനക്ക് അറിയാലോ. നീ അത് ചെയ്താൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ താഴത്തെത്തിയിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി പറഞ്ഞ ടാസ്ക് ചെയ്യാം. ടാസ്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് കണ്ടല്ലേ, ഞാൻ വീണ്ടും മുറുക്കാൻ തുപ്പി ഗൈസ്. ടാസ്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ തിരിച്ചെണീക്കുകയാണെങ്കിൽ നമുക്ക് ആ ബൈക്ക് അടിച്ചു മാറ്റാൻ പോകാം ഗൈസ്. അല്ലെങ്കിൽ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ മരപ്പൊട്ടൻ എന്ത് ടാസ്ക്കാണ് തന്നേക്കണത്. ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഒരു മാജിക്കൽ ഫോൺ എടുത്ത് എന്തോ നിൽക്കുമ്പോൾ ഞാൻ മേലെ താഴത്തേക്ക് വീഴണം. ആ ഫോൺ നമ്മുടെ സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അത് അവൻ്റെ മേത്ത് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മളെന്താ വീഴുമെന്ന് ഉറപ്പാണ് ഗൈസ്.
ഇനി നമ്മളെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഴേണ്ട ബിൽഡിങ് കണ്ടുപിടിക്കണം. നമ്മൾ വീഴേണ്ട ബിൽഡിങ് ഇതാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് എന്തായാലും സോ ഗൈസ് നമ്മൾ ആ നമ്പർ ഇത് താഴത്ത് നടുവേനൊക്കെ എന്തായാലും ഞാൻ എണീറ്റ് വന്ന് ഗൈസ്. എൻ്റെ അല്ലേ ആവശ്യം. ഞാൻ അവനെ വിളിച്ചു ചോദിക്കാം, എടാ എൻ്റെ ലൊക്കേഷൻ എവിടെയാടാ? എടാ ലൊക്കേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ജുറാസിക് പാർക്കിലാടാ. അവിടെ ചെന്ന് ഈ എലിഫന്റിനെ കൊന്നാലും സ്പോണാ. ഗൈസ് അവൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരെ ജുറാസിക് പാർക്കിൽ ചെന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് ചെല്ലണം. ചെന്നിട്ട് അവിടെയുള്ളൊരു ആനേനെയാ എന്തിനെങ്കിലും കൊല്ലണം. കൊന്നാൽ നമ്മുടെ ബൈക്ക് അവിടെ സ്പോണാവുമെന്നാണ് പറഞ്ഞേക്കണത്. എനിക്കറിയില്ല ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ള ഗൈസ്. നമുക്ക് എന്തായാലും അവൻ പറയണ ചെയ്ത് നോക്കാം. വല്ല സ്പ്ലെൻഡർ കിട്ടുവാണെങ്കിൽ എൻ്റെ തലമണ്ടയ്ക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കാം ഗൈസ്. അല്ല അതിന് വെളിവില്ലായ്മ മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി എൻ്റെ ഉള്ളിൽ നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയണ്ടേ. സോ ഗൈസ് ഇവിടെ പ്രത്യേകമുണ്ട്. നമ്മളല്ല എന്നെ പോലത്തെ കുറേ ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ ഇടിച്ച് അപ്പം ഈ ഡൈനോസേഴ്സ് ആയാലും എലിഫൻസ് ആയാലും എന്ത് സാധനമായാലും ഇവർ ഉൾക്കാട്ടിലാ പോയി കിടക്കുള്ളൂ. നമുക്ക് ബുദ്ധിയുള്ള പോലെ അവർക്കും ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. അവർ ആ സമയത്ത് റേഷൻ കടയൊന്നും പോയേക്കല്ലായിരിക്കും. അത് കാരണം അവർ ഉൾക്കാട്ടിലാണ് ജീവിക്കണത്. നമ്മൾ പറഞ്ഞു കണക്കാൻ ഇവിടെ നമ്മുടെ ഇരേനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആനിമൽസിനെ കൊല്ലണ ഇഷ്ടമൊന്നും അല്ല. ഞാൻ ഇനി ഒരു സിഗ്നൽ കൊടുത്തേക്കാം. ഇടിച്ചിട്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഒറ്റ വഴികളും നമ്മൾ മിസൈലൊന്നും എടുത്തൊരു പൊട്ടിക്കൽ അങ്ങോട്ട് കൊടുക്കാം. ഇവിടെ അത്രയേ ഉള്ളൂ. സോ ഗൈസ് നമ്മുടെ ബൈക്കോടെ കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ സാധനം ഫ്യൂച്ചറിസ്റ്റിക് സാധനമാണ്. അയ്യോ ഇതിന് പ്രശ്നമുണ്ട്. ഇതാണ് അതിൻ്റെ പ്രശ്നം. എന്തായാലും ഇത് ഫ്യൂച്ചറിസ്റ്റിക് സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. എന്ന് വെച്ചാൽ ഈ ബൈക്കില്ലേ, ഈ ബൈക്കിൻ്റെ ടയേഴ്സ് സാധാരണ റിമ്മുണ്ട്. ഇതിന് റിമ്മില്ല ഗൈസ്. റിമ്മെന്ന് വെച്ചാൽ ആ വരവരെയുള്ള സാധനമില്ല, അതാണ് റിമ്മെന്ന് പറയണത്. അപ്പം ആ സാധനം ഇല്ല, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഭയങ്കര സീൻ സാധനമാണ്. അറിയാലോ ഗൈസ്, ബൈക്കൊക്കെ ഭയങ്കര സീനാണ്. ഷിൻചാനത് ഭയങ്കര ഇഷ്ടവുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. യെസ് എന്നല്ല അതിനെ പറഞ്ഞത് വീണ്ടും. സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒരു വിനോദം കാണിച്ചു നോക്കാം. ഇതിൻ്റെ മേലെ കയറിയാൽ നമ്മൾ സ്ലോ മോഷനായി താഴത്ത് വന്ന് കിടക്കും. ഇന്ന് എൻ്റെ നട്ടലൊടിഞ്ഞു കഴിച്ചു. ഇനി നൊണ്ടി വേണം അങ്ങോട്ട് പോയി ഇതെടുത്തിട്ട് പോവാൻ. അപ്പം നമുക്ക് ഇതെന്താ സീനാണ്. നമുക്ക് നേരെ പോവാം. ഞാനൊരു എലിഫൻറ്റിനെ കൊന്നത് കൊണ്ട് ഇവിടെ പോലീസെല്ലാം ഹൈ ചാൻസ് ഉള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. സോ ഗൈസ് പോലീസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പോലീസിൻ്റെ വണ്ടി കയറിയിട്ടുണ്ട്. ഡൊമിങ്കോസ് വന്ന് നമ്മുടെ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പം അവനെയാണ് ചേസ് ചെയ്യണത്. നമുക്കെന്തായാലും പെട്ടെന്ന് ഇത് വീടിൻ്റെ ആ ഭാഗത്ത് എത്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോയി ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ നിന്ന് പോയി എടുത്തിട്ട് വരണം. അല്ലെങ്കിൽ അവൻ ഉടായിപ്പാണ്. ഇപ്പോഴും അവരുടെ ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നാലും പെട്ടെന്ന് പോകണം. പോലീസ് വണ്ടിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുറയിൽ പോലീസ് വരെ ഹൈലി ചാൻസബിളാണ് ഗൈസ്. പുതിയ വാക്കൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചാൻസബിൾ എന്നൊക്കെ അന്ന് നിങ്ങൾ നോക്കണ്ട. നമുക്ക് ഭയങ്കര സ്പീഡിൽ പോകണം, എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഈ വീട് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെയാണെങ്കിൽ നല്ല ദൂരം ഇല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് പോകണം ഗൈസ്. അതാണ് ഇന്ന് ചെയ്യേണ്ടത്. ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനും അങ്ങോട്ട് പോയിട്ട് നമ്മളെ അടിച്ചു മാറ്റും ഗൈസ്. അങ്ങനെ നമ്മുടെ ബൈക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് എത്തിച്ചാണ്. പോലീസ് സ്റ്റേഷൻ എന്നിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ഷിൻചാൻ്റെ അടുത്ത് പോയി പറയാം. എൻ്റെ സർപ്രൈസ് നല്ല സർപ്രൈസാണ് ഞാൻ എല്ലാ ദിവസവും കൊടുക്കണത്. എടാ ഷിൻചാനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്ന് താഴത്തേക്ക് വാ. ഇപ്പോൾ വരാം. ഷിൻചാൻ നമ്മളെ പുറകെ ഉരുണ്ട് പതിയെ ഓടി. അയ്യോ വീണ്ടും മുറുക്കാൻ വന്നു. എന്നുവെച്ചാൽ ചോര വന്നു ഗൈസ്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. എനിക്ക് പുതിയ കഴിവൊക്കെ കിട്ടി. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. സോ ഗൈസ് ഞാൻ വീണ സ്ഥലം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. ശരിക്കും ഉദ്ദേശിച്ച ഇതാണ്.
ഷിൻചാൻ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. നമുക്ക് ഇങ്ങോട്ട് ഷിൻചാനെ നമ്മുടെ ബൈക്ക് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ശരി, താൻ ബൈക്ക് കളിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, ഇതെന്തായാലും പൊളിയാ. സോ ഗൈസ്, ഷിൻചാൻ നമ്മുടെ ബൈക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് അടുത്ത പാർട്ട് കാണാൻ പറ്റും. ഞാൻ എൻ്റെ RG വേർഷൻ പിന്നെ വേറെ ബൈക്ക് അടിച്ചു മാറ്റാറുണ്ട്. അപ്പം ശരി, നാളെ കാണാം.